സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. 31ാമത്തെ ശീർഷകമാണ് ഇന്ന് നമുക്ക് വായിക്കേണ്ടത്. അതിൻ്റെ പേര് ദുഃഖ ജന്മ കർമാദികൾ. ഇത് മൂന്നും ജീവൻ അനുഭവിക്കുന്നവയാണ്. ദുഃഖം, ജന്മം, കർമ്മം, ആദികൾ. പ്രധാനപ്പെട്ടത് ഇത് മൂന്നുമാണ്. ജന്മം, ജന്മത്തെ തുടർന്ന് കർമ്മങ്ങൾ, കർമ്മത്തെ തുടർന്ന് സുഖമല്ല ദുഃഖം. പിന്നെ ഈ കർമ്മവുമായി ബന്ധപ്പെട്ട രാഗദ്വേഷങ്ങൾ, കാമക്രോധങ്ങൾ തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത ചിത്തവൃത്തികളുമുണ്ട്. അതുകൊണ്ടാണ് അതൊന്നും എടുത്തു പറയാതെ ദുഃഖജന്മകർമാദികൾ. ഈ വിഷയത്തിൽ ആചാര്യന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദുഃഖവും ജന്മകർമ്മ രാഗവും അഭിമാനം ചൊൽപ്പൊങ്ങും അവിവേകം അജ്ഞാനമെന്നീ വണ്ണം ഏഴുണ്ടന്യോന്യഹേതു ഭൂതമായി ജീവൻ തനിക്കേഴും ഞാൻ ചൊല്ലിടുവൻ കേട്ടുകൊണ്ടാലും നാഥേ. അല്ലയോ ത്രിരത്നമേ, ദുഃഖവും ജന്മകർമ്മ രാഗവും അഭിമാനം ചൊൽപ്പൊങ്ങും അവിവേകം അജ്ഞാനം എന്നീ വണ്ണം ഏഴുണ്ട്. അന്യോന്യഹേതുഭൂതമായി ജീവൻ തനിക്ക് ഏഴും ഞാൻ ചൊല്ലിടുവൻ കേട്ടുകൊണ്ടാലും നാഥേ. ദുഃഖവും പലതരത്തിലുള്ള സങ്കടങ്ങളും ജന്മകർമ്മ, ജന്മം, കർമ്മം അല്ലെങ്കിൽ കർമ്മങ്ങൾ, രാഗം, രാഗം എന്ന ഏകവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും രാഗം തുടങ്ങിയ ദോഷങ്ങൾ. ഈ രാഗത്തിൽ തന്നെ 8 വകഭേദങ്ങളുണ്ട്. അഷ്ടരാഗങ്ങൾ എന്നാണ് അവയെ പറയുന്നത്. സംഗീതത്തിലെ അനേകം രാഗങ്ങളുണ്ട്. സപ്തസ്വരങ്ങളിൽ നിബദ്ധമായ ധാരാളം രാഗങ്ങൾ സംഗീതത്തിലുണ്ട്. പക്ഷേ ഇവിടെ രാഗം എന്ന് പറഞ്ഞാൽ സംഘം എന്നാണ് അർത്ഥം. ആ സംഘം കാരണമുണ്ടാകുന്ന 8 ചാഞ്ചല്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിന്റെ ഇളക്കങ്ങൾ, അതാണ് രാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊക്കെയാണവ? 96 തത്വങ്ങളെ നമ്മൾ കണ്ടപ്പോൾ അതിൽ ഈ അഷ്ടരാഗങ്ങളുടെ കാര്യം വ്യക്തമാക്കിയിരുന്നു. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. രാഗം ദ്വേഷം, കാമം ക്രോധം, ലോഭം മോഹം, മദം മാത്സര്യം. രാഗദ്വേഷങ്ങൾ അറിയാം. കാമക്രോധങ്ങളും ലോഭമോഹങ്ങളും മദമാത്സര്യങ്ങളും. ഇങ്ങനെ 2, 6, 8 ഈ 8 എണ്ണത്തിന് ചേർത്താണ് രാഗം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോ ദുഃഖമായി ജന്മം, കർമ്മങ്ങൾ, രാഗാദിദോഷങ്ങൾ, അഭിമാനം, ഞാൻ എന്ന ഭാവം അല്ലെങ്കിൽ അഹങ്കാരം, ചൊൽപ്പൊങ്ങും അവിവേകം. ചൊൽപ്പൊങ്ങും എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ പേരുകേട്ട അവിവേകം. സകല ജീവന്മാരും അവിവേകികളാണ്. സത്യമെന്തെന്നറിയാതെ കഴിയുന്ന നിലയാണ് അവിവേകം. അജ്ഞാനം. സാധാരണ ഈ അവിവേകത്തെയും അജ്ഞാനത്തെയും ഒന്നായിട്ടാണ് ശാസ്ത്രങ്ങൾ വിവരിക്കുന്നത്. ഇവിടെ വേറെ വേറെയായി പറഞ്ഞിരിക്കുന്നു. അജ്ഞാനം അറിവില്ലായ്മ, സത്യത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, സത്യബോധത്തിന്റെ അഭാവം. ആ അജ്ഞാനം കൊണ്ട് മനുഷ്യർ വിവേകം നശിച്ചവരായി അല്ലെങ്കിൽ വിവേകം മറയ്ക്കപ്പെട്ടവരായി കഴിയുന്നു. ആ നില അവിവേകം. അപ്പോൾ അജ്ഞാനം വിവേകത്തെ ആവരണം ചെയ്യുമ്പോഴാണ് അവിവേകം ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. അവിവേകം തന്നെയാണ് അജ്ഞാനം എന്ന് പറഞ്ഞാലും അതിൽ അപാകതയൊന്നുമില്ല. ഇങ്ങനെ 7 ദോഷങ്ങൾ ജീവനുണ്ട്. ഒന്നുകൂടെ പറയാം. ദുഃഖം, ജന്മം, കർമ്മങ്ങൾ, രാഗാദി ദോഷങ്ങൾ, അഭിമാനം, അവിവേകം, അജ്ഞാനം. ചൊൽപ്പൊങ്ങും അവിവേകം. അവിവേകമാണ് ലോകത്തുള്ള സകല കുഴപ്പങ്ങൾക്കും കാരണം. ആ അവിവേകമാകട്ടെ വസ്തുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടുമാണ് ഉണ്ടാകുന്നത്. അതായത് അജ്ഞാനം കാരണമായിട്ടുണ്ടാകുന്ന ഒരു ഭ്രമം. അജ്ഞാനം വസ്തുവിനെ മറയ്ക്കുന്നു. അതുകൊണ്ട് മനുഷ്യർ പ്രപഞ്ച ദൃശ്യങ്ങളിൽ മോഹിച്ചു പോകുന്നു. ആ മോഹിച്ചു പോകുന്ന അവസ്ഥയെ അവിവേകം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അവിവേകം തന്നെയാണ് അജ്ഞാനം എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. അപ്പൊ ഈ 7 ദോഷങ്ങൾ അജ്ഞാനം എന്നീ വണ്ണം 7 എണ്ണം ഉണ്ട്. അന്യോന്യ ഹേതുഭൂതമായി ഈ 7ൽ
ഓരോന്നും മറ്റുള്ളവയ്ക്ക് കാരണമാകുന്നു. പരസ്പരാശ്രിതങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒന്ന് മറ്റാറുകളെ ഉണ്ടാക്കും, മറ്റാറ് ദോഷങ്ങൾക്ക് കാരണമാകുന്നു. അതാണ് അന്യോന്യ ഹേതുഭൂതമായി. ജീവൻ തനിക്ക് ഏഴും, ജീവൻ തനിക്ക്, ഈ ജീവന് എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തർക്കും, അജ്ഞാനികളായ ജീവന്മാർക്ക് ഓരോരുത്തർക്കും പരസ്പര ഹേതുക്കളായ 7 ദോഷങ്ങളുണ്ട്. 7 ഞാൻ ചൊല്ലിയിടുവൻ, നിനക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാം. ആ 7നെയും ഞാൻ ചൊല്ലിയിടുവൻ. ചൊല്ലിയിടുവൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം എന്നാണ്. കൊടുത്തിടുവൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാം. അവൻ കൊടുക്കുമെന്നല്ല, അയാൾ കൊടുക്കുന്നതാണ്. പഴയ മലയാളമാണ്. കണ്ടിടുവൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണും. കേട്ടിടുവൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കും. ഇവിടെ ഞാൻ ചൊല്ലിയിടുവൻ എന്ന് തന്നെ പറയുന്നു. അതുകൊണ്ട് അർത്ഥത്തിൽ ഒരു സംശയത്തിനും ഇടമില്ല. ഞാൻ ചൊല്ലിയിടുവൻ, ഞാൻ പറയാം. കേട്ടുകൊണ്ടാലും നാഥേ. നാഥേ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രഭോ എന്ന് വിളിക്കുന്നത് പോലെ ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് നാഥേ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആചാര്യന്റെ നാഥയൊന്നുമല്ല ആ സ്ത്രീ. എന്നാലും വിവേകിനി ആയതുകൊണ്ട് അവളെ ഒരു ഉയർന്ന തലത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് നാഥേ എന്ന് ആചാര്യൻ അഭിസംബോധന ചെയ്യുകയാണ്. ഐക്യമൊന്നിലുമില്ലാതിരിക്കും ആത്മാവിന്, ദുഃഖമുണ്ടെന്നു തോന്നിയിടുന്നതജ്ഞാനം തന്നെ. മായോപാധികളായ ദേഹത്തിലിരിക്കയാൽ കായസംബന്ധമായ കർമ്മവ്യാപാരങ്ങളാൽ ദേഹദേഹികൾ രണ്ടും ഒന്നെന്നു സങ്കൽപ്പിച്ച് ദേഹിയാമാത്മാവിന് സംബന്ധമുണ്ടാകുന്നു. ഐക്യമൊന്നിലുമില്ലാതിരിക്കും ആത്മാവിന് ദുഃഖമുണ്ടെന്ന് തോന്നിയിടുന്നത് അജ്ഞാനം തന്നെ. എന്താണ് ഈ അജ്ഞാനം? താൻ ഒന്നുമായും ചേരാതെ സ്വതന്ത്രമായിരിക്കുന്ന കേവല സത്തയാണ്. ഈ കാര്യം ബുദ്ധി കൊണ്ട് വിവേചിച്ചറിയാത്തത് കൊണ്ട് നാം അനുഭവിക്കുന്നതാണ് സർവ ദുഃഖങ്ങളും. ഈ ദുഃഖമുണ്ട് എന്ന് ജീവന് തോന്നുന്നത് തന്നെ, ഞാൻ പലതരം ദുഃഖങ്ങൾ ഇവിടെ അനുഭവിക്കുന്നു എന്നുള്ള വിചാരം തന്നെയാണ് അജ്ഞാനം. ദുഃഖിക്കുന്നത് തന്നെയാണ് അജ്ഞാനം. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ഈ അജ്ഞാനം ജ്ഞാനത്തെ ആവരണം ചെയ്തു നിൽക്കുന്നു. അതുകൊണ്ടാണ് ജീവന്മാർ മോഹിച്ചു പോകുന്നത്. അറിവ് നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു നിൽക്കുന്നുണ്ട്. ആത്മാവിന് ഒരു മറയുമില്ല. എന്നാലും അതിനെ ചുറ്റി അതറിയപ്പെടുന്നില്ല. ഞാൻ അതിനെ അറിയുന്നില്ല, ആത്മാവ് പ്രകാശിക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് എന്തോ ഒരു മറ, ഇരുട്ടുപോലെയുള്ള ഒരു മറ, അതാണ് അജ്ഞാനം. അത് വാസ്തവമല്ല. വസ്തുജ്ഞാനത്തിലൂടെ നീക്കാവുന്നതേ ഉള്ളൂ ഈ അജ്ഞാനത്തെ. പക്ഷേ അതിന് വിവേകം വേണം. വിവേകം ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനത്തെ ആശ്രയിച്ച് ഈ അജ്ഞാന മറയെ അകറ്റാൻ കഴിയൂ. ഐക്യം ഒന്നിലുമില്ലാതിരിക്കും, മറ്റൊന്നുമായും കൂടിച്ചേരാത്ത, കൂടിക്കലരാത്ത, വേറൊന്നുമായും ബന്ധപ്പെടാത്ത ആത്മാവിന്, ഈ ചൈതന്യത്തിന് ദുഃഖമുണ്ടെന്ന് തോന്നിയിടുന്നത് അജ്ഞാനം തന്നെ. ആനന്ദസ്വരൂപമായ വസ്തുവാണ് ഇവിടെ കിടന്ന് പിടയുന്നത്. ആനന്ദസ്വരൂപമായ വസ്തു ബ്രഹ്മം, അതാണ് പുഴുക്കളെക്കാളും വളരെ മോശമായ രീതിയിൽ ദുഃഖത്തിൽ കിടന്നുഴലുന്നത്. എന്തുകൊണ്ട് ഈ ദുർഗതി? ആ സർവേശ്വരന് ഒരിക്കലും ദുർഗതി ഉണ്ടാവാൻ പറ്റില്ല. പക്ഷേ സർവേശ്വരന്റെ സ്വപ്നത്തിൽ ദുർഗതി ഉള്ളതുപോലെ തോന്നും. ഒരു ചക്രവർത്തിക്ക് ഒരിക്കലും പണത്തിന് പഞ്ഞമില്ല. ഒരു സാമ്രാജ്യത്തിന്റെ അധിപനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഉറക്കത്തിൽ തന്നെ ഒരു ഭിക്ഷക്കാരനായി കാണുന്നതിൽ വിരോധമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിച്ചക്കാരന് ചക്രവർത്തിയായിട്ടും ചക്രവർത്തിക്ക് പിച്ചക്കാരനായിട്ടും സ്വപ്നം കാണാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തടസ്സവുമില്ല. ഗംഭീരമായിട്ട് കാണാം. പക്ഷേ അത് സ്വപ്നം മാത്രമാണ്. തന്റെ വാസ്തവമായ നില ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല. ചക്രവർത്തി സപ്രപഞ്ചക്കട്ടിലിൽ പട്ടുമെത്തയിൽ കിടക്കവേ തന്നെ കീറത്തുണിയും ഭിക്ഷാപാത്രവും എടുത്ത് തെരുവിൽ തെണ്ടുന്നതായി സ്വപ്നം കാണാൻ കഴിയും. എന്താ വിരോധം? ഭ്രമത്തിൽ എന്താ സാധ്യമല്ലാത്തത്? അതുപോലെ പിച്ചക്കാരൻ
ഓടയുടെ അരികിൽ കൊതുക് കടിയും കൊണ്ട് ഒരു കീറപ്പുതപ്പ് തലയിലൂടെ പുതച്ചു കിടക്കുമ്പോൾ അയാൾ അമേരിക്കൻ പ്രസിഡന്റായി താൻ വിലസുന്നു എന്ന് സ്വപ്നം കണ്ടൂടെ? പക്ഷെ അതല്ലല്ലോ. ഉണർന്നെഴുന്നേറ്റാൽ എന്ത്? ചക്രവർത്തിയുടെ സ്വപ്നത്തിലെ ആ ഭിക്ഷക്കാരന്റെ നില ചക്രവർത്തി ഉണർന്നെഴുന്നേറ്റാൽ ഇല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടും. താൻ ചക്രവർത്തിയാണ്. അതുപോലെ തന്നെയാണ് ഭിക്ഷക്കാരന് താൻ ഒരു വലിയ രാഷ്ട്രത്തിന്റെ അധിപനാണ് എന്ന് സ്വപ്നം കണ്ടാലും ഉണർന്നെഴുന്നേറ്റാൽ താൻ സാധാരണ ഒരു പിച്ചക്കാരൻ എന്നറിയാനും കഴിയും. അപ്പൊ ഈ ഭ്രമത്തിൽ മായയ്ക്കകത്ത് എന്തും സംഭവിക്കാം. ഒരിക്കലും പൊരുത്തപ്പെടാത്ത പലതിനെയും പൊരുത്തപ്പെടുത്തി കാണിക്കുന്ന ആത്മാവിലെ അദ്ഭുത ശക്തിയാണ് ഈ മായ. അനിർവചനീയയാണ് ഈ മായ. അതെന്താണ്, അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കും, ഇതൊന്നും ഒരു ഗംഭീരനും പ്രവചിക്കാൻ സാധ്യമല്ല. എന്തായാലും ഈ ആത്മാവിന് മറ്റൊന്നുമായും ഒരു ബന്ധവുമില്ല. കാരണം ഈ ഏകമായ സത്യത്തിൽ മറ്റൊന്ന് എന്നൊന്നില്ല. മറ്റൊന്നുണ്ടെങ്കിലല്ലേ അതുമായിട്ട് ഈ ആത്മാവ് കൂടിക്കലരേണ്ട കാര്യമുള്ളൂ. അദ്വയമായ സത്യത്തിൽ അതുമാത്രം. അതെങ്ങനെ മറ്റൊന്നുമായി കൂടിക്കലരും? പക്ഷേ ഭ്രമത്തിൽ മറ്റു പലതുകളെയും ഉണ്ടെന്ന് അറിയാനും അവയുമായി താൻ കൂടിക്കലർന്നു എന്ന് വിചാരിക്കാനും വിരോധമില്ല. ഐക്യം ഒന്നിലും ഇല്ലാതിരിക്കും ആത്മാവിന് ദുഃഖമുണ്ട് എന്ന് തോന്നിയിടുന്നത് അജ്ഞാനം തന്നെ. അജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വപ്നം പോലെ വെറുതെ തോന്നുന്നു. സത്യത്തിന്റെ വെളിച്ചം കൊണ്ടുവരൂ, ആ മിഥ്യാദൃശ്യങ്ങളെല്ലാം മാറും, തന്റെ സ്വരൂപം തെളിയുകയും ചെയ്യും. മായോപാധികളായ ദേഹത്തിലിരിക്കയാൽ കായസംബന്ധമായ കർമ്മവ്യാപാരങ്ങളാൽ മായയുടെ സൃഷ്ടിയാണ് ഈ ഉപാധികൾ. ഉപാധികൾ എന്ന് പറഞ്ഞാൽ അഖണ്ഡവും അനന്തവുമായ സത്യത്തെ പരിധിയുള്ളതാണ് എന്ന് ഭ്രമിപ്പിക്കുന്ന മായാകാര്യങ്ങളാണ് ഉപാധികൾ. ഏതൊക്കെയാണ് ഇവിടെ ഉപാധികൾ? സ്ഥൂല ശരീരം ഉപാധിയാണ്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം തന്നെ, പ്രാണൻ, ഇതെല്ലാം തന്നെ ഉപാധികളാണ്. അപ്പൊ ഈ മായോപാധികളാണ് വാസ്തവത്തിൽ അനന്തമായ സത്യത്തെ ചുരുങ്ങിയ ഒന്നായി തോന്നിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഉപാധിയാണ് സ്ഥൂല ശരീരം. മായോപാധികളായ ദേഹത്തിലിരിക്കയാൽ, ഈ ദേഹമാണല്ലോ പ്രത്യക്ഷമായി നാം കാണുന്നത്, വ്യക്തമായി അനുഭവിക്കുകയാണല്ലോ അവനവന്റെ ശരീരത്തെ. ആ ദേഹത്തിൽ ഈ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കായസംബന്ധമായ കർമ്മവ്യാപാരങ്ങളാൽ, കർമ്മം ചെയ്യാൻ ശരീരം വേണം. ശരീരത്തിലെ അവയവങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ ജീവനും കർമ്മം ചെയ്യുന്നത്. ആ കർമ്മങ്ങളൊക്കെ ദേഹത്തെ ആശ്രയിച്ചാണ്. അതാണ് കായസംബന്ധമായ കർമ്മവ്യാപാരങ്ങളാൽ. ഈ ശരീരത്തെ ഉപയോഗിച്ച് പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ദേഹദേഹികൾ രണ്ടും ഒന്നെന്ന് സങ്കല്പിച്ച് ദേഹവും ദേഹിയും ഒന്നാണ് എന്ന് ഭ്രമിച്ചു പോകുന്നു ഈ ജീവൻ. ദേഹം ശരീരം, ദേഹി ദേഹത്തിന്റെ ഉടമസ്ഥൻ, ദേഹത്തിലിരിക്കുന്നവൻ. ഇതെന്റെ ദേഹം എന്നനുഭവിക്കുന്നവൻ ആരോ ആ ജീവൻ തന്നെയാണ് ദേഹി. ആ ജീവൻ യഥാർത്ഥത്തിൽ ബ്രഹ്മം തന്നെ. ഈ ദേഹദേഹികളെ അഥവാ ജഡബോധങ്ങളെ, അല്ലെങ്കിൽ അവിദ്യയെയും വിദ്യയെയും, അജ്ഞാനത്തെയും ജ്ഞാനത്തെയും, ഇല്ലാത്തതിനെയും ഉള്ളതിനെയും വേർതിരിച്ചറിയാത്തതുകൊണ്ട് ഈ ജഡബോധങ്ങൾ കൂടിക്കലർന്നതുപോലെ തോന്നുന്നു. രണ്ടും ഒന്നാണ് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരാണ്? ഞാൻ ഈ ദേഹമാണ്. ഇതാണല്ലോ പെട്ടെന്ന് കിട്ടുന്ന മറുപടി. ഞാൻ ഈ ശരീരമാണ്. ഇതാണ് ദേഹദേഹികൾ കൂടിക്കലരുക എന്ന് പറയുന്നത്. കൂടിക്കലർന്ന് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ദേഹദേഹികൾ രണ്ടും ഒന്നെന്ന് സങ്കല്പിച്ച്, കേവല സങ്കല്പം മാത്രമല്ല, ഉറച്ചു വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സങ്കല്പിച്ച് പ്രവർത്തിക്കുമ്പോൾ ദേഹിയാം ആത്മാവിന് സംബന്ധമുണ്ടാകുന്നു. അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ദേഹിക്ക് അത് യഥാർത്ഥത്തിൽ ആത്മാവാണെങ്കിൽ കൂടി ശരീരവുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന് തോന്നുകയും ആ ശരീരത്തിൽ മോഹിച്ചു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ദേഹവും ദേഹിയും തമ്മിൽ കൂടിക്കലർന്ന് ഒന്നായി തീർന്നതുപോലെ തോന്നുന്നു.
ആ തോന്നൽ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം. സംസാര ബന്ധമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ശരീരമില്ലാത്ത ആത്മാവിന് ഒരു ശരീരമുണ്ട് എന്ന് തോന്നുകയും ആ ശരീരം തന്നെയാണ് താൻ എന്നങ്ങ് ഉറച്ചു വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് സംസാര ബന്ധം. ദേഹിയാം ആത്മാവിന് സംബന്ധം ഉണ്ടാകുന്നു. ജഡവുമായി ഒരു ബന്ധം സാങ്കല്പികമായി ഉണ്ടാകുന്നു. അങ്ങനെ യഥാർത്ഥത്തിലില്ല, പക്ഷെ അങ്ങനെ ഒരു ബന്ധം തനിക്ക് ഈ ദേഹവുമായിട്ടുണ്ട്. ഈ ദേഹം നശിച്ചാൽ ഞാൻ ഇല്ലാതാവും, ദേഹം ജനിക്കുമ്പോൾ ഞാൻ ജനിച്ചു, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ജീവന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ബന്ധം. ഇത് തന്നെയാണ് വാസ്തവത്തിൽ അജ്ഞാനവും. ബന്ധം തന്നെയാണ് അജ്ഞാനം. അജ്ഞാനം കാരണം ബന്ധം എന്ന് പറയുന്നുണ്ടെങ്കിലും ബന്ധവും അജ്ഞാനവും ഒക്കെ ഒരേ സ്വഭാവത്തോടു കൂടിയവയാണ്. സാരം വായിക്കാം. അല്ലയോ നാഥേ, ജീവന് 7 പ്രകാരത്തിലുള്ള ദോഷങ്ങളുണ്ട്. ദുഃഖം, ജന്മം, കർമ്മങ്ങൾ, രാഗാദി ദോഷങ്ങൾ, അഭിമാനം, അവിവേകം, അജ്ഞാനം എന്നിവയാണ് 7 ദോഷങ്ങൾ. 7 കളങ്കങ്ങൾ അല്ലെങ്കിൽ 7 മാലിന്യങ്ങൾ എന്ന് കൂട്ടിക്കൊള്ളൂ. ഇത് എപ്രകാരമാണെന്നും പറയാം. ഒന്നിനോടും കൂറില്ലാത്ത ആത്മാവിന് വാസ്തവത്തിൽ ഒന്നിനോടും കൂറില്ല. കൂറ് എന്ന് പറഞ്ഞാൽ നന്ദി, കടപ്പാട്, സ്നേഹം, ഇഷ്ടം, ഒട്ടൽ, ചേർച്ച എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ ഒരു ബന്ധം ഈ ആത്മാവിന് ഒന്നുമായിട്ടുമില്ല. അത് സ്വതന്ത്രമായ സത്യമാണ്. ആ ആത്മാവിന് ദുഃഖമുണ്ടെന്ന് തോന്നുന്നത് അജ്ഞാനം കൊണ്ടാണ്. മായോപാധികളായി ദേഹത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ശരീരസംബന്ധമായ കർമ്മവ്യാപാരങ്ങൾ നിമിത്തം ദേഹവും ദേഹിയും രണ്ടും ഒന്നെന്ന് സങ്കല്പിച്ച് ദേഹിയായ ആത്മാവിന് സംബന്ധം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു. ഈ സംബന്ധത്തിനു ബോണസായി ചമ്മന്തി ചോറുണ്ണണ്ട ഒരു പാട്ടുണ്ടല്ലോ. അപ്പൊ ഈ സംബന്ധം അല്ലെങ്കിൽ ബന്ധം, നല്ല പോലെയുള്ള ബന്ധമാണ് വാസ്തവത്തിൽ സംബന്ധം, സമ്യക്കായിട്ടുള്ള ബന്ധം. ആ ബന്ധം അത്ര പെട്ടെന്നൊന്നും പൊട്ടിച്ചു കളയാൻ പറ്റില്ല. കടുത്ത ബന്ധം അത് തന്നെയാണ് സംബന്ധം. ഈ സംബന്ധം അജ്ഞാനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. തുടർന്നുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ആത്മാവു നിരഞ്ജനനാകയാലൊന്നിങ്കലും ആസ്തിക്യമില്ല പരമാനന്ദനത്രേ നിത്യം. ജീവനു ദുഃഖം സ്വാഭാവികമായുള്ളൂവെന്നാൽ പോകയില്ലല്ലോ ശീലം എങ്ങനെ കളയുന്നു. കായമുള്ളളവു തൻ ശീലവുമിരുന്നിടും. കായത്തിനുടെ രസഗന്ധങ്ങളതുപോലെ കായമാം സ്വരൂപവും ശീലമാം സ്വഭാവവും ഏകമായിരിക്കയാൽ പോകയില്ലൊന്നുകൊണ്ടും. അടുത്ത വിഷയം ചർച്ച ചെയ്യാൻ എടുക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജീവൻ അനുഭവിക്കുന്ന ദുഃഖം യഥാർത്ഥമാണോ അല്ലെങ്കിൽ വാസ്തവമാണോ അല്ലെങ്കിൽ തോന്നൽ മാത്രമാണ്? നമ്മൾ വളരെ വ്യക്തമായി അനുഭവിക്കുന്ന കടുത്ത ദുഃഖങ്ങൾ മനസ്തലത്തിലും ശരീരതലത്തിലും ഇന്ദ്രിയതലത്തിലും എല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ദുഃഖം ജീവന്റെ സ്വരൂപമാണോ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നും ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഈ ദുഃഖത്തെ അകറ്റാൻ ജീവന് കഴിയില്ല, അങ്ങനെ കരുതണോ? അല്ലെങ്കിൽ ഈ ജീവന് ഈ ദുഃഖം യഥാർത്ഥത്തിലില്ല, അത് ഇടയ്ക്ക് കയറി വന്നതാണ്, അജ്ഞാനം കാരണം ജീവൻ ഉണ്ട് എന്ന് കരുതുന്നതാണ്, അതുകൊണ്ട് തന്നെ ജീവന് ഈ ദുഃഖത്തെ നീക്കം ചെയ്യാനും കഴിയും എന്ന് കരുതണോ? എന്താ പറയുന്നതെന്ന് നോക്കൂ. ആത്മാവ് നിരഞ്ജനനാകയാൽ, നിരഞ്ജനൻ എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്തവൻ, ഒരു കറയും പുരളാത്തവൻ, നിർമ്മലൻ. അങ്ങനെയാണ് ആത്മാവ് നിരഞ്ജനനാകയാൽ, നിർമ്മലനാണ്, ശുദ്ധനാണ് ഈ ആത്മാവ് എന്നുള്ളത് കൊണ്ട് ഒന്നിങ്കലും ആസ്തിക്യമില്ല. ആസ്തിക്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ദൈവവിശ്വാസം, ഈശ്വരവിശ്വാസം എന്നൊക്കെയാണ് അർത്ഥം പറയുക. ദൈവവിശ്വാസമുള്ളവൻ ആസ്തികൻ, ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവൻ നാസ്തികൻ. ആസ്തികന്റെ ഭാവം ആസ്തിക്യം, നാസ്തികന്റെ ഭാവം നാസ്തിക്യം, ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ആത്മാവിന് ഒന്നിങ്കലും ആസ്തിക്യമില്ല,
ആസ്തിക്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് ഉണ്ടെന്ന് കരുതുകയും അതുമായിട്ട് ഒട്ടിച്ചേരുകയും സംഘപ്പെടുകയും ചേർന്നിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആസ്തിക്യം. ബന്ധം എന്നർത്ഥം. ഈ ആത്മാവ് നിർമ്മലനായതുകൊണ്ട് മറ്റൊന്നുമായി കൂടിക്കലരാൻ ഈ ആത്മാവിന് സാധ്യമല്ല. കാരണം ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല എന്നത് തന്നെ. അങ്ങനെ ഉള്ളത് കൊണ്ട് ഒന്നിങ്കലും ആസ്തിക്യമില്ല. ഈ ആത്മാവിന് ജഡവുമായി ഒരു തരത്തിലുള്ള ബന്ധവും യഥാർത്ഥത്തിലില്ല. പരമാനന്ദനത്രേ നിത്യം. ഈ ജീവൻ ഇവിടെ എത്ര പെടച്ചില് പടഞ്ഞാലും എന്തൊക്കെ ദുഃഖങ്ങളുടെ നടുവിലൂടെ കടന്നുപോയാലും ജീവന്റെ സ്വരൂപം പരമാനന്ദമാണ്. പരമാനന്ദനത്രേ നിത്യം. എന്നും ആനന്ദമാണ് ജീവന്റെ യഥാർത്ഥ സ്വരൂപം. എന്തുകൊണ്ട്? ഈ ജീവൻ ബ്രഹ്മം തന്നെ. ബ്രഹ്മം ആനന്ദ സ്വരൂപമായ സത്യമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും വാസ്തവത്തിൽ പരമാനന്ദ സ്വരൂപികളാണ്. നമുക്ക് ഈ ദുഃഖവുമായിട്ട് യഥാർത്ഥത്തിൽ ബന്ധമില്ല. പക്ഷേ നാം ദുഃഖിക്കുന്നുണ്ടല്ലോ, പലതരത്തിലുള്ള ദുരിതങ്ങളും ഇവിടെ അനുഭവിക്കുന്നുണ്ടല്ലോ. സംശയമുണ്ടെങ്കിൽ നമുക്ക് ആ ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. അവിടെ എന്താ? റഷ്യയുടെ ബോംബിംഗ്, ഷെല്ലാക്രമണം, ഇതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ വീടും കിടപ്പാടവും എല്ലാം ഉപേക്ഷിച്ച് കയ്യിൽ കിട്ടിയതൊക്കെ പിറക്കിയെടുത്തുകൊണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി എങ്ങനെയെങ്കിലും അതിർത്തി കടക്കാൻ വെമ്പുന്ന ലക്ഷക്കണക്കിന് ആളുകൾ. ഇതൊക്കെ ദുഃഖമല്ലേ? ദുഃഖമാണ്. പക്ഷേ അത് വാസ്തവമല്ല. സ്വപ്നത്തിൽ എൻ്റെ ഒരു കൈ അറ്റുപോയി, ഒരുത്തൻ വെട്ടിയെടുത്തു. എന്നോട് വളരെയധികം സ്നേഹമുള്ള എൻ്റെ ഒരു സുഹൃത്ത് സ്വപ്നത്തിൽ എൻ്റെ ഒരു കൈ വെട്ടിമാറ്റി. രക്തം വാർന്നൊലിക്കുന്നു. ഞാൻ വേദന കൊണ്ട് പുളയുന്നു. അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി എഴുന്നേൽക്കുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോ ഞാൻ കട്ടിലിൽ കിടക്കുകയാണ്. കട്ടിലാണ് കിടന്നിരുന്നത്. ഈ സ്വപ്നമൊക്കെ കണ്ട് ഉരുണ്ട് തറയിൽ വീണു. അപ്പൊ നടുവ് നല്ല വേദനയുണ്ട്. ആ നടുവേദന കട്ടിലിൽ നിന്ന് വീണത് കൊണ്ടാണ്. അപ്പൊ ഞാൻ സ്വപ്നത്തിൽ അനുഭവിച്ച ആ കൈ വെട്ടിയെടുക്കുമ്പോ എനിക്കുണ്ടായ ദുഃഖം അതെവിടെ? കൈ അതിന്റെ സ്ഥാനത്ത് തന്നെയുണ്ട്. രക്തവുമില്ല, വേദനയുമില്ല. പക്ഷെ ഞാൻ വ്യക്തമായി അനുഭവിച്ചതല്ലേ? ഇതാണ് ഭ്രമം. ഭ്രമം എന്ന് പറഞ്ഞാൽ വ്യക്തമായിരിക്കും. കിടിലൻ അനുഭവം, ഉഗ്രൻ അനുഭവം, പക്ഷേ വാസ്തവമല്ല. ഇതിനെയാണ് മിഥ്യാ മായ ഭ്രമം എന്നൊക്കെ ശാസ്ത്രം വിളിക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും അവ്യക്തതയുണ്ട് എന്ന് കരുതരുത്. നല്ല പോലെ വ്യക്തമായി നമുക്ക് അനുഭവിക്കാൻ പറ്റും, പക്ഷേ വാസ്തവമല്ല. ഇതുപോലെ ജീവന്റെ എല്ലാ ദുഃഖങ്ങളും കേവലം ഭ്രമങ്ങളാണ്. പക്ഷേ അത് ഭ്രമങ്ങളാണെന്നറിയാൻ സത്യത്തെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, ജ്ഞാനം നേടേണ്ടിയിരിക്കുന്നു, പരമാത്മ തത്വത്തെ സാക്ഷാത്കരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ താൻ ഈ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ ഒരു കഴമ്പും ഇല്ലാത്തവയായിരുന്നു എന്ന സത്യം പിടികിട്ടുകയുള്ളൂ. ജ്ഞാനികൾക്ക് ഈ കാര്യം വ്യക്തമായിട്ടുമുണ്ട്. ഈ ആത്മാവിന് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ജീവരൂപത്തിൽ വസിക്കുന്ന ആത്മാവിന് ഒന്നിനോടും യഥാർത്ഥത്തിൽ ബന്ധമില്ല. ശരീരത്തോടും ബാഹ്യ വസ്തുക്കളോടും മറ്റ് വ്യക്തികളോടും ഒരു ബന്ധവുമില്ല. പരമാനന്ദനത്രേ നിത്യം. ഈ ആത്മാവ് ചൈതന്യം എന്നും പരമാനന്ദ സ്വരൂപിയായ ബ്രഹ്മമാണ്. ജീവന് ദുഃഖം സ്വാഭാവികമായുള്ളുവെന്നാൽ ഇനി നമുക്ക് തർക്കിക്കാൻ വേണ്ടി, വാദിക്കാൻ വേണ്ടി പറയാം, ഈ ജീവന് ദുഃഖം എന്നുള്ളത് സ്വഭാവമാണ്. അവൻ ദുഃഖിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും, ഒരു വ്യക്തി എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ഈ ദുഃഖങ്ങളെ ഒന്നും അകറ്റാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ജീവന് ദുഃഖം സ്വാഭാവികം എന്നൊരാൾ തർക്കിക്കുകയാണെങ്കിൽ പോകയില്ലല്ലോ ശീലം എങ്ങനെ കളയുന്നു? ദുഃഖം സ്വാഭാവികമാണ്, നമ്മുടെ സ്വരൂപത്തിൽ തന്നെ ഉള്ളതാണ് എന്ന് കരുതുന്ന പക്ഷം ദുഃഖത്തിൽ നിന്ന് ഒരിക്കലും രക്ഷ നേടാൻ കഴിയില്ല. ദുഃഖമോചനം സാധ്യമല്ല. കാരണം ദുഃഖം ജീവന്റെ സ്വഭാവമാണ്. പാവയ്ക്ക അല്ലെങ്കിൽ കയ്പയ്ക്ക എത്ര കഴുകിയാലും അതിന്റെ കയ്പ് പോവില്ല. എന്താ കാരണം? അതിന്റെ സ്വഭാവമാണ്. വേപ്പില, അതിന്റെ കയ്പ് പോവില്ല. എത്ര കാലം തേനിലിട്ട് വെച്ചിരുന്നാലും വേപ്പിന്റെ കയ്പും കയ്പയ്ക്കയുടെ കയ്പും ഒന്നും നഷ്ടമാവില്ല. പുളിയുടെ പുളി അതിന്റെ സ്വഭാവമാണ്. അതിനെ എത്ര ശ്രമിച്ചാലും മാറ്റാൻ പറ്റില്ല. പുളിയുടെ പുളി പോകണമെങ്കിൽ പുളിയല്ലാതാവണം. പുളിയല്ലാതായാൽ പിന്നെ അതിന്റെ പുളി പോകുന്ന പ്രശ്നവുമില്ലല്ലോ. ഇതുപോലെ
ഒരു വസ്തുവിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപത്തെ നമുക്ക് നീക്കാൻ സാധ്യമല്ല, നശിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ നശിപ്പിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ അതിൻ്റെ സ്വഭാവത്തെയല്ല നശിപ്പിക്കുന്നത്, ആ വസ്തുവിനെ തന്നെ നശിപ്പിച്ച് കളയുന്നു എന്ന് വേണം കരുതാൻ. ആത്മാവ് അനശ്വരമായ വസ്തുവായതുകൊണ്ട് അതിനെ ഒരു തരത്തിലും നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആത്മാവിൻ്റെ സ്വരൂപമായ ആനന്ദത്തെയും ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. ഈ ജീവന് ദുഃഖം സ്വരൂപമാണ് അല്ലെങ്കിൽ സ്വാഭാവികമാണ് എന്ന് കരുതിയാൽ ആ ദുഃഖത്തെ നീക്കം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? പോകയില്ലല്ലോ. സ്വരൂപം എങ്ങനെ നഷ്ടമാവും? ശീലം എങ്ങനെ കളയുന്നു? ഒന്നിന്റെ സ്വരൂപത്തെ നമുക്ക് എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുക? കാരണം അത് സ്വരൂപമല്ലേ, സ്വഭാവമല്ലേ, അതെങ്ങനെ നാശത്തിന് വിധേയമാകും? അങ്ങനെയാണെങ്കിൽ ദുഃഖമോചനം എന്നുള്ളത് സാധ്യമല്ല. അങ്ങനെ ജീവൻ എന്നും ദുഃഖിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവനാണ് എന്ന് കരുതിയാൽ നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങൾ മുഴുവനും വ്യർത്ഥങ്ങളായിത്തീരും. ഈ വേദാന്ത ശാസ്ത്രം മുഴുവൻ, ഉപനിഷത്തുകൾ മുഴുവൻ അർത്ഥരഹിതങ്ങളായ ജൽപ്പനങ്ങളായിത്തീരും. എന്താ കാരണം? ജീവന് ദുഃഖം സ്വാഭാവികമാണ്. ഈ അധ്യാത്മശാസ്ത്രം പഠിച്ചതുകൊണ്ട്, ജ്ഞാനം നേടി ആ ദുഃഖത്തെ നീക്കാൻ കഴിയുകയില്ല എന്ന് കരുതാൻ നമ്മൾ നിർബന്ധിതരാകും. പക്ഷേ അത് ശരിയല്ല. കാരണം ദുഃഖമോചനം സാധ്യമാക്കി തരുന്ന ശാസ്ത്രമാണ് വേദാന്തം അല്ലെങ്കിൽ അധ്യാത്മശാസ്ത്രം. അപ്പോൾ നമുക്ക് മോചനമുണ്ട്, ദുഃഖത്തിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നാണ് കരുതേണ്ടത്. ദുഃഖത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെങ്കിൽ, ദുഃഖത്തെ കടന്ന് സുഖത്തിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ, ദുഃഖം നമ്മുടെ സ്വരൂപമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വരൂപമാണെങ്കിൽ ആ ദുഃഖത്തെ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ എല്ലാവരും സുഖമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദുഃഖത്തെ നീക്കാനുള്ള ശ്രമമാണ് ജീവിതം. ദുഃഖമോചനത്തിനാണ് നമ്മുടെ ഓരോ ചലനവും, ഓരോ പ്രാണസ്പന്ദനവും ദുഃഖത്തെ ഇല്ലാതാക്കാനാണ്. അപ്പോൾ നമ്മൾ സുഖത്തെ അന്വേഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ദുഃഖം നമ്മുടെ സ്വരൂപത്തിലില്ല, ഈ ദുഃഖത്തിനെ നമുക്ക് നീക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണല്ലോ സുഖം നേടാനായി മനുഷ്യൻ പ്രയത്നിക്കുന്നത്. അപ്പൊ ആ പ്രയത്നം തന്നെ നമുക്ക് ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഉദാഹരണമാണ്. കായമുള്ളളവു തൻ ശീലവും ഇരുന്നീടും. ഇവിടെ കായം എന്ന് പറഞ്ഞാൽ ശരീരം. ശരീരമുള്ളിടത്തോളം കാലം ശരീരത്തിന്റെ സ്വഭാവം, അതിൻ്റെ യഥാർത്ഥമായ ഭാവം ഉണ്ടാവും. ശരീരം ജ്ഞാനിയുടെയോ അജ്ഞാനിയുടെയോ ആരുടേതോ ആയിക്കോട്ടെ, ശരീരമാണോ അതിൻ്റെ സ്വഭാവം അത് കാണിക്കും. എന്താണ് ശരീരത്തിന്റെ സ്വഭാവം? വളരും, അതിനു മുമ്പേ ജനിക്കും, പിന്നെ വളരും, പെരുകും, ഒരു ഘട്ടം കഴിയുമ്പോൾ ക്ഷയിക്കും, അവസാനം നശിക്കും. ഇതാണ് ഏത് ജഡത്തിൻ്റെയും സ്വഭാവം. ജ്ഞാനിയുടെ ശരീരത്തിനും ഈ സ്വഭാവം ഉണ്ട്. കായമുള്ളളവു തൻ ശീലവും ഇരുന്നീടും. ശരീരമുള്ളിടത്തോളം അതിൻ്റെ സ്വഭാവം അത് കാണിക്കും. കാരണം അത് നശിക്കാൻ വേണ്ടി രൂപപ്പെട്ടതാണ്. കായത്തിനുടെ രസഗന്ധങ്ങൾ അതുപോലെ. ആദ്യം പറഞ്ഞ കായം ശരീരം, രണ്ടാമത് പറഞ്ഞ കായം സുഗന്ധദ്രവ്യമായ കായം. സാമ്പാറിനും മറ്റും നമ്മൾ ഇടാറില്ലേ കായം? ഒരു മരത്തിന്റെ കറയാണ്, പക്ഷേ മേമ്പൊടിയായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും. സാമ്പാർ മേമ്പൊടി തടാകം, അങ്ങനെ ഒരു സ്ഥലം കേരളത്തിലുണ്ട്. സാമ്പാർ മേമ്പൊടി തടാകം. സാമ്പാറിന് സുഗന്ധമുണ്ടാക്കാൻ, ഒരു മണം ഉണ്ടാക്കാൻ വേണ്ടി ചേർക്കുന്നത് എന്താണ്? കായം. തടാകം എന്ന് പറഞ്ഞാൽ കുളം, കായംകുളം. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാണ്. അല്ല, അതെ, മലയാളവും സംസ്കൃതവും എല്ലാം ചേർത്തിങ്ങനെ സ്ഥലപ്പേരുകളെ മാറ്റാറുണ്ട്. നെയ്യാറ്റിൻകര, നെയ്യ് ഘൃതം, ആറ് നദി, കര തീരം, ഘൃത നദീതീരം. നെയ്യാറ്റിൻകര സംസ്കൃതീകരിച്ചതാണ് കേട്ടോ, ഘൃത നദീതീരം. അപ്പോ ഈ കായം എന്നുള്ളതിന് ശരീരമെന്നും സാമ്പാർ മേമ്പൊടി എന്നും അർത്ഥമുണ്ട്. ആദ്യം പറഞ്ഞത് കായമുള്ളളവു തൻ ശീലവും ഇരുന്നീടും. ശരീരമുള്ളിടത്തോളം ആ ശരീരത്തിന്റെ സ്വഭാവം അത് കാണിക്കും. അത് കർമ്മം ചെയ്യാൻ വേണ്ടി രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് കർമ്മങ്ങളെ പൂർണ്ണമായി വിട്ടിട്ട് ഇവിടെ ആർക്കും കഴിയാൻ പറ്റില്ല. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത്
എന്ന് കൃഷ്ണൻ വ്യക്തമാക്കിയതുപോലെ ജ്ഞാനിയുടെ ശരീരവും അത്യാവശ്യം ചില കർമ്മങ്ങളിൽ വ്യാപരിക്കുക തന്നെ ചെയ്യും. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആഹാരം കഴിക്കണമല്ലോ. അന്ന ആദാനം. ആഹാരം കഴിച്ചാൽ, ആഹാരം എന്ന് പറഞ്ഞാൽ അതിൽ ഭക്ഷണവും വെള്ളവും പെടും. അത് രണ്ടും അകത്തേക്ക് ചെന്നാൽ വിസർഗം എന്ന് പറഞ്ഞാൽ വിസർജനം എന്നർത്ഥം. ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങൾ മൂത്രമായും ഖരരൂപത്തിലുള്ള ആഹാരത്തിന്റെ ബാക്കി മലമായും പുറത്തേക്ക് പോകും. ഇതില്ലാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അയാൾ ജ്ഞാനിയോ അജ്ഞാനിയോ ഒന്നും നോക്കണ്ട. ഓഫീസിൽ പോകാതെ ജീവിക്കാം, പാടത്ത് പണിയെടുക്കാതെ ജീവിക്കാം, ഇന്റർനെറ്റോ വാട്സപ്പോ ഒന്നും ഇല്ലാതെ ജീവിക്കാം. പക്ഷേ ആഹാരവും വെള്ളവും ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇവ രണ്ടും അകത്തേക്ക് ചെന്നാൽ മലവും മൂത്രവുമായി പുറത്തേക്ക് പോയേ പറ്റൂ. അന്നാദാനവും വിസർഗവും ഇത് രണ്ടും ഇല്ലാതെ ശരീരം നിലനിൽക്കില്ല. അപ്പൊ ഈ കായത്തിന്റെ സ്വഭാവം അത് കാണിക്കും. അത് ഏതുപോലെ? കായത്തിനുടെ രസഗന്ധങ്ങൾ അതുപോലെ. കായത്തിന് എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന കായം എന്ന സുഗന്ധദ്രവ്യം, അതിന് രസവും ഗന്ധവും ഉണ്ട്. രസം എന്ന് പറഞ്ഞാൽ അതിനൊരു സ്വാദുണ്ട്, വല്ലാത്ത കയ്പാണ്. ഗന്ധം, ആ ഗന്ധത്തിന് വേണ്ടിയാണ് നമ്മളതിൽ ചേർക്കുന്നത്. സാമ്പാറിലും മറ്റും ചേർക്കുന്നത് മണത്തിന് വേണ്ടിയാണ്. ഈ സുഗന്ധദ്രവ്യങ്ങളിൽ പലതും അത്ര രുചിയുള്ള വസ്തുക്കളല്ല. അതിൻ്റെ മണം, സുഗന്ധത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ അവയെ ആഹാരത്തിൽ ചേർക്കുന്നത്. ഈ കായം മാത്രം എടുത്ത് കടിച്ചു നോക്കൂ, ഒരു വല്ലാത്ത അരുചിയാണ്. പക്ഷേ അതിൻ്റെ മണം, ഗന്ധം അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റ് സുഗന്ധദ്രവ്യങ്ങളൊക്കെ നോക്കൂ. ഏലക്കായ എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മണമുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ വായിലിട്ട് ചവച്ച് കഴിക്കും എന്നുള്ളത് അല്ലാതെ അതിന് പ്രത്യേകിച്ച് പുളിയോ എരിവോ മധുരമോ അങ്ങനെ ഒരു രസവുമില്ല. അപ്പൊ ഇവയൊക്കെ മണത്തിന് വേണ്ടി ചേർക്കുന്ന വസ്തുക്കളാണ്. ഈ കായത്തിന് രസവും ഗന്ധവും, രസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാദ്, ഗന്ധം എന്ന് പറഞ്ഞാൽ മണം. ഇവ രണ്ടും കായത്തിന്റെ സ്വഭാവമാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ കായം എന്ന വസ്തു ഇല്ല. ഇതുപോലെ കർമ്മം ചെയ്യാനാണ് ശരീരങ്ങൾ രൂപപ്പെടുന്നത്. ആ കർമ്മങ്ങൾ ചെയ്തേ ആ ശരീരങ്ങൾ നിലംപതിക്കൂ, പ്രാരബ്ധം തീരൂ. അതുകൊണ്ട് കർമ്മം വേറെ ശരീരം വേറെ എന്ന് വിചാരിക്കേണ്ട. ശരീരത്തിന്റെ സ്വഭാവമാണ് കർമ്മങ്ങൾ. കർമ്മങ്ങളാണ് ഈ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാക്കുക. കർമ്മഫലം അനുഭവിക്കാനാണല്ലോ നാം ജനിക്കുന്നത്. അപ്പോ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ചില ഫലങ്ങൾ, എല്ലാമല്ല കുറെ ഫലങ്ങൾ അനുഭവിക്കാൻ, സുഖദുഃഖ രൂപത്തിൽ അനുഭവിക്കാനാണ് ഒരു ശരീരവും എടുത്ത് നാം ഇവിടെ വരുന്നത്. അപ്പൊ ശരീരത്തെ ഉണ്ടാക്കിയത് കർമ്മം. ആ കർമ്മം എങ്ങനെ ഉണ്ടായി? ഒരു ശരീരം ഉണ്ടായതിനു ശേഷമാണ് ഉണ്ടായത്. ഇപ്പൊ കർമ്മത്താൽ ശരീരവും ശരീരത്താൽ കർമ്മങ്ങളും സംഭവിക്കുന്നു. ഈ രണ്ടിലും ഏതാദ്യം? അണ്ടി മൂത്തതോ മാവ് മൂത്തതോ കോഴി മൂത്തതോ മുട്ട മൂത്തതോ തരമില്ല. രണ്ടും സാപേക്ഷങ്ങളാണ്. ഏതാണ് ആദ്യം ഏത് പിന്നീട് എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. സാപേക്ഷങ്ങൾ, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഈ രണ്ടും മായയാണ് എന്നറിയുക. ബാലകൃഷ്ണൻ നായർ സാറ് തന്റെ പ്രഭാഷണങ്ങളിൽ പറയും, വിത്താദ്യമോ വൃക്ഷമാദ്യമോ. യുക്തിയുക്തമായ ഒരു മറുപടി നമുക്ക് നൽകാൻ പറ്റില്ല. സാറ് പറയും, ഏതാദ്യം എന്നുള്ള ചോദ്യത്തെ ഉപേക്ഷിക്കുക, അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണ്ട. നിങ്ങൾ ഈ വിത്തിനെയും വൃക്ഷത്തിനെയും മണ്ണിലേക്കിടൂ, രണ്ടും മണ്ണോട് മണ്ണായി കലരും. മണ്ണ് തന്നെയാണ് വിത്തിന്റെയും വൃക്ഷത്തിന്റെയും രൂപത്തിൽ കഴിയുന്നത്. ആ മണ്ണിനെ അറിഞ്ഞാൽ വിത്തിന്റെയും വൃക്ഷത്തിന്റെയും രഹസ്യം പിടികിട്ടി. ആ രണ്ടിലും ഏതാദ്യം എന്ന് ചോദിക്കുന്നതിന് പകരം ഏതാണ് വിത്തും വൃക്ഷവുമായി തീർന്നിരിക്കുന്നത് എന്ന് അതിന്റെ പരമകാരണത്തെ കണ്ടുപിടിക്കൂ. ആ വൃക്ഷത്തിന്റെയും ബീജത്തിന്റെയും പരമകാരണത്തെ കണ്ടുപിടിച്ചാൽ പ്രശ്നം തീരും. കർമ്മമോ ആദ്യം, ശരീരമോ ആദ്യം? കർമ്മവും ശരീരവും ഉള്ളതായി തീരുന്നത് ബോധത്തിൽ, ബ്രഹ്മത്തിൽ. കർമ്മം ചെയ്യാൻ ചൈതന്യം ശരീരത്തിൽ ഉണ്ടാവണം. പ്രാണനാണ് കർമ്മം ചെയ്യാൻ സഹായിക്കുന്ന ഘടകം. ആ പ്രാണശക്തി ബ്രഹ്മത്തിൻ്റെയാണ്. അപ്പൊ കർമ്മം ചെയ്യാൻ ശരീരം വേണം. ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത് കർമ്മമാണ്. ഇത് രണ്ടിലും ഏതാണ് ആദ്യം എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇത് രണ്ടും ഉള്ളതായി തീരുന്നത്, ശരീരമാകട്ടെ കർമ്മങ്ങളാകട്ടെ, രണ്ടും സാധ്യമാകുന്നത് ബോധത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം.
അതുകൊണ്ട് ബോധം സത്യം. അപ്പൊ ഈ ശരീരവും കർമ്മവും അത് രണ്ടും മിഥ്യയാണെന്ന് തീരുമാനിക്കുക. മിഥ്യയായ രണ്ടെണ്ണത്തിൽ ഏതാദ്യം എന്ന് ആലോചിക്കുന്നതാണ് വിഡ്ഢിത്തം. ഇല്ലാത്ത രണ്ട്, ആ രണ്ടിൽ ഏതാണ് ആദ്യം? ഇല്ലാത്തതാണെന്ന് മനസ്സിലാക്കോപ്പ. ഇല്ലാത്തതാണ് എന്ന അറിവാണ് ഇതിനുള്ള ഉത്തരം, അല്ലാതെ ഏതാദ്യം എന്നുള്ളതല്ല. രണ്ടുമില്ലാത്തവയാണ്. അത് മനസ്സിലാക്കിയാൽ ഇനിയിപ്പോ ഏതാദ്യമായാലെന്ത്? ഇല്ലാത്തതാണല്ലോ. അതാണ് അറിവ്, ജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കായത്തിന്റെ രസഗന്ധങ്ങളെ പോലെ ശരീരമുള്ളിടത്തോളം ആ ശരീരം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ആ ശരീരത്തിൽ പ്രാണൻ സ്പന്ദിക്കും. മിനിമം ആഹാരം കഴിക്കേണ്ടി വരും. ആഹാരം കഴിച്ചാൽ മലമൂത്ര വിസർജനവും നടത്തിയേ പറ്റൂ. ഒരു കർമ്മവും ചെയ്യാതെ ഒരു ശരീരവും ഇവിടെ നിലനിൽക്കില്ല. കായമാം സ്വരൂപവും ശീലമാം സ്വഭാവവും ഏകമായിരിക്കയാൽ പോകയില്ല ഒന്നുകൊണ്ടും. ശരീരമാകുന്ന സ്വരൂപം എന്ന് പറഞ്ഞാൽ ശരീരം രൂപം ഉണ്ടല്ലോ, ആകൃതി ഉണ്ടല്ലോ. കായമാം സ്വരൂപവും ശീലമാം സ്വഭാവം. ശീലം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ശീലം, പ്രവൃത്തി ചെയ്യുന്ന, പണിയെടുക്കുന്ന ശീലം. ആ ശീലമാകുന്ന സ്വഭാവവും ഏകമായിരിക്കയാൽ, ശരീരമുണ്ടെങ്കിലേ കർമ്മം ചെയ്യാൻ പറ്റൂ. ഈ ശരീരത്തെ ഉണ്ടാക്കിയത് പൂർവജന്മങ്ങളിലെ കർമ്മങ്ങളാണ്, അല്ലെങ്കിൽ കർമ്മഫലങ്ങളാണ്. ഇവ രണ്ടും ഒന്നു തന്നെയാണ്. കായമാം സ്വരൂപവും ശീലമാം സ്വഭാവവും ഏകമായിരിക്കയാൽ ഇവ രണ്ടും ഒന്ന് തന്നെയായിരിക്കുന്നത് കൊണ്ട് പോകയില്ല ഒന്നുകൊണ്ടും. ഒരിക്കലും ഇവ നമ്മെ വിട്ടു പോവില്ല. അതായത് കർമ്മം ചെയ്ത് ശരീരത്തിൽ നിന്ന് മുക്തനാകാം, അല്ലെങ്കിൽ മോക്ഷം നേടാം എന്ന് കരുതണ്ട. കർമ്മത്തെ നശിപ്പിക്കാൻ ശരീരത്തിനും കഴിവില്ല, ശരീരത്തെ ഇല്ലാതാക്കാൻ കർമ്മത്തിനും കഴിവില്ല. കാരണം അവ രണ്ടും ഒരേ സ്വഭാവത്തോടു കൂടിയതാണ്. ഒന്നുകൊണ്ട് മറ്റേതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ കർമ്മങ്ങളെയും ശരീര സ്വീകാരത്തെയും എങ്ങനെയാ നശിപ്പിക്കുക? ഇവ രണ്ടിനും വിരുദ്ധമായിരിക്കുന്ന തത്വജ്ഞാനം കൊണ്ട്, അറിവുകൊണ്ടാണ് കർമ്മത്തിൽ നിന്നും ദേഹത്തിൽ നിന്നും മുക്തി നേടേണ്ടത്. സാരം വായിക്കാം. ആത്മാവ് നാശമില്ലാത്തതും നിത്യവസ്തുവുമാകയാൽ അത് ഒന്നിനോടും ബന്ധമില്ലാത്ത പരമാനന്ദനാണ്, നിത്യനാണ്. ജീവന് സ്വാഭാവികമായുണ്ടാകുന്ന ദുഃഖം മാറിക്കിട്ടുകയില്ല. അതെപ്രകാരമെന്നാൽ ശീലം കൊണ്ടാണ് ജീവന് ദുഃഖമുണ്ട് എന്ന് തോന്നുന്നത്. ശീലം എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നത് നമുക്കൊരു വാസനയായി തീർന്നിരിക്കും. ദുഃഖം ഒരു വാസനയാണ്. ദുഃഖിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒരു കാരണവും ഇല്ലാതെ തന്നെ നമുക്ക് ദുഃഖിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു കാരണവും വേണ്ട. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മനസ്സിന് ഒരു സുഖമില്ല, എന്തോ ഒരു വിഷമം. സമസ്ഥിതി ഇല്ലാത്തതാണ് വിഷമത്തിന് കാരണം. എന്തോ ഒരു വിഷമം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പരിഭ്രമം ഉള്ളിലുണ്ടാകുന്നു. എന്താ ഇതിന് കാരണം? നമ്മളെ ദുഃഖിപ്പിക്കാൻ മാത്രം എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ? ഇല്ല. നേരം വെളുത്ത് കിടക്കയിൽ നിന്ന് എണീറ്റിരിക്കുകയാണ് ആശാൻ, അപ്പോഴേ മനസ്സ് അസ്വസ്ഥമായി. ഒരു കാരണവുമില്ല. ദുഃഖിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ദുഃഖിക്കുന്നത് നമ്മുടെ സ്വഭാവമായിരിക്കും, മനസ്സിന്റെ സ്വഭാവമാണ്. ശീലം കൊണ്ടാണ് ജീവന് ദുഃഖമുണ്ടെന്ന് തോന്നുന്നത്. ശരീരം ഉള്ള കാലമത്രയും ശീലവും തുടരും എന്ന് പറഞ്ഞാൽ ഈ ദുഃഖവും ദുരിതങ്ങളും കർമ്മങ്ങളും ഒക്കെ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കും. ശരീരത്തിൽ ശീലം തുടരുന്നത് രസം ഗന്ധം ഇവ എപ്രകാരമാണോ അതുപോലെയാണ്. കായത്തിന്റെ സുഗന്ധവും അതിൻ്റെ ഒരു സ്വാദ്, അത് കയ്പാണ്. അത് രണ്ടും കായത്തിൽ അന്തർലീനമായിരിക്കുന്നു. കായത്തിനെ വിട്ട് അവയ്ക്ക് നിലനിൽപ്പില്ല. ഈ രണ്ടിനെയും വിട്ട് കായത്തിനും നിലനിൽപ്പില്ല. കർമ്മത്തെ വിട്ട് ശരീരത്തിനോ, ശരീരത്തെ വിട്ട് കർമ്മത്തിനോ നിലനിൽപ്പില്ല. ഇത് രണ്ടും ചേർന്ന് തന്നെ ഇരിക്കും. ശരീരമാകുന്ന സ്വരൂപവും ശീലമാകുന്ന സ്വഭാവവും. ശീലം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ശീലം, പ്രവർത്തിക്കുന്ന ശീലം, അതാണ് സ്വഭാവം. ശരീരം ഒരു രൂപത്തോടു കൂടിയത്. ശരീരമാകുന്ന സ്വരൂപവും ശീലമാകുന്ന സ്വഭാവവും ഒന്നായിരിക്കുന്നത് കൊണ്ട് പ്രവൃത്തിയും ദേഹവും വേർപിരിക്കാൻ പറ്റാത്ത വിധം ഇണങ്ങിച്ചേർന്നിരിക്കുന്നത് കൊണ്ട്, കെട്ടുപിണഞ്ഞു കിടക്കുന്നത് കൊണ്ട് ശരീരത്തിൽ നിന്ന് ശരീരബോധം സാധാരണക്കാരെ വിട്ടുപോകുന്നില്ല. ഇനി ശീലം എന്നുള്ളതിന് ഒരർത്ഥം കൂടെ പറയാം. എനിക്ക് ശരീരമുണ്ട്, ഇതെൻ്റെ ശരീരമാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ശരീരമാണ്. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതൊരു ശീലമായിരിക്കുന്നു. നല്ല ശീലമല്ല, ഒരു ദുശ്ശീലമാണ്.
ശരീരവുമായി നമുക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ശരീരമാണെന്നോ ഇതെൻ്റെ ശരീരമാണെന്നോ ഉള്ള വിചാരം ഒരു വാസനയായി തീർന്നിരിക്കുന്നു, അതൊരു സ്വഭാവമോ ശീലമോ ആയി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ശരീരബോധം സാധാരണക്കാരായ അജ്ഞാനികളെ വിട്ടുപോകുന്നില്ല. വിദേഹമുക്താവസ്ഥ പ്രാപിക്കുന്ന മഹത്തുക്കൾക്ക് ശരീരബോധമില്ലാത്തത് കൊണ്ട് ദുഃഖം അവരെ ബാധിക്കുകയില്ല. വിദേഹമുക്തനാകണം എന്ന് പോലും നിർബന്ധമില്ല. ശരീരം ഇരിക്കവേ തന്നെ ഞാൻ ഈ ശരീരമല്ല എന്ന് ധീരമായി തീരുമാനിച്ച് തൻ്റെ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന ഒരു ജീവൻ മുക്തന് പോലും ദുഃഖത്തെ തരണം ചെയ്യാൻ കഴിയും. വിദേഹമുക്തി എന്നുള്ള അവസ്ഥയിൽ ദേഹം തന്നെ ഇല്ല, അപ്പോൾ പിന്നെ ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാവുകയില്ല. ആ അവസ്ഥയ്ക്ക് മുമ്പാണ് ജീവൻ മുക്തി. ശരീരത്തോട് കൂടിയിരിക്കുമ്പോഴേ ഉള്ള മോക്ഷമാണ് ജീവൻ മുക്തി. ആ ജീവൻ മുക്തന് തന്നെ ദുഃഖം അനുഭവപ്പെടാതാവും. അയാൾ ശരീര ദുഃഖങ്ങളാൽ ബാധിക്കപ്പെടാത്തവനായിരിക്കും. ശരീരം മനസ്സ് ഒന്നുകൊണ്ടും ഒരു തരത്തിലുള്ള ദുഃഖത്താലും ബാധിക്കപ്പെടാത്തവനായി ജീവിക്കുന്നവനാണ് ജീവൻ മുക്തൻ. നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. തുടർന്നുള്ള ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ വായിക്കാം.